വേദപുസ്തകം പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഫലം ലഭിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് ഒരാൾ എന്തായിരിക്കണം? നീതിമാനായിരിക്കണം. എന്നാൽ ഇതേ ബൈബിളിൽ തന്നെ 1 കൊരിന്ത്യർ 3 പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ച് പൗലോസ് എഴുതിയിരിക്കുകയാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും. ദൈവത്തെ ചെയ്ത് പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച മനുഷ്യൻ പരാജയപ്പെട്ടപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്നിട്ട് എല്ലാ ചെയ്ത്തും അവനായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു. കാരണം കറ വരണ്ട കൈകൊണ്ട് ഞാൻ വെള്ള ഷർട്ടെ പിടിച്ചാലും വെള്ള ഷർട്ടിന് കറ പിടിക്കുമെന്നല്ലാതെ അതിൻ്റെ വെണ്മ എൻ്റെ കയ്യിൽ ഒരിക്കലും വരുന്നില്ല. ഇതുപോലെയാണ് പ്രകൃതി കൊണ്ട് പാപിയായ മനുഷ്യൻ എത്ര കണ്ട് നീതി ചെയ്താലും അവന്റെ നീതി പ്രവൃത്തി ദൈവത്തിന്റെ കണ്ണിൽ ഒന്നിനും കൊള്ളാത്തതാണ്. എന്നാൽ യേശു പറഞ്ഞു, സകല നീതിയും നിനക്ക് വേണ്ടി ഞാൻ നിവർത്തിക്കാം. ആ നീതി നിന്നിൽ ആരോപിച്ച് നിന്നെ നീതിമാനാക്കാം. ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നിൽ വിശ്വസിച്ചാൽ മതി. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ കൂടുതൽ നീതിമാനാകുന്നില്ല. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം തന്റെ സാക്ഷാൽ നീതി അവന് വിശ്വാസം മൂലം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ എത്രത്തോളം നീതിമാനാകാൻ കഴിയുമോ അത്രത്തോളം ഇപ്പോൾ നീതിമാനും ഇപ്പോൾ നീതിമതിയുമാണ്. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച മൊമെന്റിൽ ദൈവം തന്റെ നീതി എന്ന വസ്ത്രം നിങ്ങളെ ധരിപ്പിച്ചു. മറന്നു പോകരുത്, ദൈവം ഇപ്പോൾ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ കുറവിലല്ല, ക്രിസ്തു മൂലം ദൈവം നിങ്ങൾക്ക് തന്ന തന്റെ നീതിയിലാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം.